ആ ഹദീസ് ചർച്ച ചെയ്തിട്ടുള്ള ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ ഞങ്ങൾ എടുത്ത നിലപാടിന് വിരുദ്ധമായി ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരൻ അത് പരിശോധിക്കണം. ആത്മാർത്ഥതയാണ് ലക്ഷ്യമെങ്കിൽ ഷേഖ് ബിൻ ബാസ്, ഷേഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിമ അവരെ പോലെയുള്ള ഇരുത്തവും തഴക്കവും വന്ന സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചുവോ, അതിന് മുൻഗാമികളായ പണ്ഡിതന്മാർ എന്ത് നിലപാട് സ്വീകരിച്ചോ അതിൽ ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാത്ത ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതായി അത് ഇസ്തിആനത്തും ബിൽ ജിന്നിന്റെ വിഷയമാണെങ്കിലും ശരി, 2012 ഇവിടെയാണ് പുതിയ നിലപാടുണ്ടായത്, അതല്ല. അതിന് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം സുഹൃത്തിന്റെ ശ്രദ്ധയിൽ കാണിക്കാം. എന്റെ കയ്യിലുള്ളത് 2007 ഫെബ്രുവരി 16 വിചിന്തനത്തിന്റെ കോപ്പിയാണ്. മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലോ എന്നതാണ് ലേഖനത്തിന്റെ തലവാചകം. അതിൽ ചില വാചകങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ വസ്തുത മുജാഹിദുകൾ നേരത്തെ ഉണർത്തിയതാണ്. ആ ഭാഗവും കാണുക. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്കതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് അബോധികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ഇസ്ലാഹ് 2004 ജനുവരി. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ് എന്ന് 2007 പറഞ്ഞ മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലോ എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയ ആള് തൊട്ടടുത്ത വാചകം എന്താ പറയുന്നത്? എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? ഞാൻ എന്റെ സുഹൃത്തിനോട്, നിങ്ങൾ വിചിന്തനം ചീഫ് എഡിറ്ററായ EKM പന്നൂർ സാഹിബിനെ ഫോൺ വിളിച്ച് ചോദിക്കണം. ഫോൺ നമ്പർ വേണമെങ്കിൽ ഞങ്ങൾ തരാം. 2007 ഫെബ്രുവരി 16 അബ്ദുൽ ഖാദർ കൗറുമ്പയിൽ എഴുതിയ ഈ ലേഖനം അന്ന് മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ ഈ ലേഖനം ഒന്നുകൂടി നിങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ എന്ന് ചോദിക്കണ്ട, ഒന്നുകൂടി നമുക്കൊന്ന് പുനഃപ്രസിദ്ധീകരിച്ചാൽ എന്താ എന്ന് എന്റെ സുഹൃത്ത് വളരെ EKM പന്നൂരിനെ വിളിച്ചോ, അതല്ലെങ്കിൽ ഇസാഖ് അലി കണ്ടിക്കലെ വിളിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോ, ഈ ലേഖനം വിചിന്തനത്തിൽ അല്ലെങ്കിൽ വിചിന്തനത്തിൽ വന്ന ലേഖനം പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ്. അപ്പൊ 2007 ഫെബ്രുവരി 16 ഇറങ്ങിയ വിചിന്തനത്തിൽ മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ഈ തൗഹീദിനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കുകയാണ്. ഞങ്ങളത് അനുവദിക്കൂല. ബഹുമാനം ഏത് നേതാക്കന്മാരോടാണ് തോന്നുക എന്നുകൂടി സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ. പിന്നെ ഞാനിവിടെ ഹദീസ് നിഷേധത്തിന് ഉദാഹരണം പറഞ്ഞു. സുഹൃത്ത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പ്രസംഗിച്ച ആളുകൾ ഇപ്പോഴും KNMന്റെ നേതാക്കന്മാരെ വിലസുന്നുണ്ട്. സുഹൃത്തിന് വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പറഞ്ഞ ആളുകൾ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പറഞ്ഞ ആളുകൾ KNMന്റെ വേദിയിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു, ഇത് 1971 ഡിസംബർ 5 ഇറങ്ങിയ അൽമനാർ മാസികയാണ്. ഈ അൽമനാർ മാസികയിൽ ഒരു ലേഖനമുണ്ട്. മഹാനായ ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട് CN അഹ്മദ് മൗലവിക്കെതിരെ. സഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ? ഞാൻ ചോദിക്കുന്നു സുഹൃത്തിനോട്, അൽമനാർ മാസികയുടെ പത്രാധിപർക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കണം, ഈ 1971 ഈ അൽമനാറിൽ ലേഖനം അടുത്തലക്കം അൽമനാറിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദിക്കണം നിങ്ങൾ. എവിടെ ഹദീസ് നിഷേധം? അപ്പൊ മനസ്സിലാകും. അപ്പൊ നേതാക്കന്മാരുടെ നല്ല ബഹുമാനം കൂടും. തീർന്നിട്ടില്ല കേട്ടോ. ഹദീസ് നിഷേധത്തിന്റെ പരമ്പര തന്നെ പറഞ്ഞുതരാം. യാഇബാദൊന്നുമല്ല ഇവിടെ ഹദീസ് നിഷേധം. ഇതാ കോഴിക്കോട് അഴിഞ്ഞിരത്തിൽ ഇറക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലിറക്കിയ സൊവനീറിൽ, ആ സൊവനീറിലെ 347 പേജ് മറിച്ചു നോക്കിക്കോ വീട്ടിൽ ചെന്നിട്ട്. അതിലെന്താ എഴുതിയത്? സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് തുടങ്ങിയാൽ ജിന്നുകട വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു.
മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, കുഫൂ സുബിയാനക്കും ഇൻദൽ ഇശാഇ ഫഇന്നൽ ജിൻ ഇന്തിശാറൻ വഖത്ഫ. ഇദാ ഇശാഇന്റെ സമയമായി കഴിഞ്ഞാൽ, മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ തടഞ്ഞു വെക്കണം. കാരണം ആ സമയത്ത് ജിന്നുകൾക്കൊരു പിടുത്തവും വ്യാപനവുമുണ്ട്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഹദീസിനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇറക്കിയ സവനിയിൽ പറയുന്നു മൗലവി തട്ടിവിട്ടു. ഇത് ഹദീസ് നിഷേധമാണോ സുഹൃത്തെ? ഹദീസ് നിഷേധമാണോ? അല്ലയോ? നിങ്ങൾ പറയണം. നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് ബഹുമാനം ഇനിയും കൊടുക്കണം. നിങ്ങൾ ഇതുപോലെ ഹദീസുകളെ പരസ്യമായി തട്ടുന്ന, അത് മൗലവി തട്ടിവിട്ടു എന്ന് പറയുന്ന ആളുകളെ മുജാഹിദുകൾക്ക് ഏതായാലും ബഹുമാനിക്കാൻ പറ്റൂല. മനസ്സിലായോ? ഹദീസുകളെ സ്നേഹിക്കുന്ന, ഹദീസുകളുടെ ബഹുമാനമുള്ള ആളുകൾക്ക് സ്നേഹിക്കാൻ പറ്റൂല. തീർന്നിട്ടില്ല. ഞാനിവിടെ കേവിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ബഹുമാനം കൂടണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ എന്ന അള്ളാഹുവിന്റെ ഖുർആൻ ഹദീസ് അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിനെ കട്ടുമുറിച്ച കേവി ഇപ്പോഴും മുജാഹിദ് സെന്ററിൽ CD ടവറിൽ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ ബഹുമാനം കൂടട്ടെ. അതുപോലെ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ, സിഹ്ർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന ഇവന് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവര് സീറ വെച്ചാ പോരാ കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ? നദി പോകും തലശ്ശേരിക്കന്നെ വിട്ടുകൂടല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹിർ ചെയ്തുകൊണ്ടിരുന്ന ആ ബുഷിന് ആ സദ്ദാം ഹുസൈൻ കഴിച്ചില്ല. തൂക്കാൻ വിളിച്ച ടൈമിന് ഒറ്റ സിഹിർ. ഏത് സിഹിർ അറിയോ? മൊബൈൽ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ആദർശത്തെ, ആ സിഹിറിന്റെ ഹഖീഖത്തുണ്ടെന്ന ആദർശത്തെ പച്ചയായി നിഷേധിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ ഖുർആൻ പറയാത്തൊരാദർശം, അതും അള്ളാഹു പറഞ്ഞ ആദർശത്തിന് ഘടകവിരുദ്ധമായ ആദർശം ദീനിന്റെ സദസ്സിൽ ഇരുന്നിട്ട്, ആ സദസ്സിൽ നിങ്ങളുടെ KJന്റെ മെമ്പർമാരുണ്ടല്ലോ, ഒന്ന് തിരുത്തിക്കൊടുത്തോ പോകട്ടെ. ഈ നിമിഷം വരെ KVയെ കൊണ്ടത് തിരുത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും KV ആസ്ഥാന ദാഴിയാണ്. ഞങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് KVയെ തിരുത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കൂ KV. അപ്പ കാണ പുകില്. 2, 3 കേട്ടോ. അനസ് മൗലവി, ഈ നാട്ടുകാരനാണല്ലോ അനസ് മൗലവി. അതാ ജാമിഅ നദിയുടെ നിങ്ങൾ അടക്കി പിരിച്ചിരിക്കുന്ന ജാമിഅ നദിയുടെ ആ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ ചങ്കിൽ ചവിട്ടുന്ന ഹദീസ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടില്ലേ? തെളിവ് ഞാൻ നിങ്ങൾ തരാ. ഇതാ ഹദീസ് നിഷേധം, അതല്ലാതെ യാ ഇബാദത്തല്ല. ചങ്കിൽ ചവിട്ടുന്ന ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചിലപ്പോൾ ബോധരഹിതനായിക്കൊണ്ട് വീണുപോകും. അപ്പോൾ ചില ആളുകൾ എന്റെ നെഞ്ചിൽ കയറിയിരിക്കുമെന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. അതിന് ചങ്കിൽ ചവിട്ടുന്ന ഹദീസ് എന്ന് പറഞ്ഞ് സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ പരിഹസിക്കുന്ന ഇവിടെ ആളുകൾ. അതാണ് ഹദീസ് നിഷേധം. മനസ്സിലായില്ലേ? ഹദീസ് നിഷേധം എന്ന് പറഞ്ഞ പരമ്പര ഇനിയും പറയാണ്ട്. മാത്രമല്ല, നിഅമത്തുല്ലാ ഫാറൂഖി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിയർപ്പും മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട യുവാക്കളുടെയും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഓരോ മെമ്പർമാരുടെയും വിയർപ്പിന്റെ ഗന്ധമുള്ള CD ടവറിന്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന താടി വെച്ച മുജാഹിദിനെ പരിഹസിച്ചത്. ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ? വേറൊരു കൂട്ടാൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫർളാക്കി. താടി വെക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, അതിൽ ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല. ഇപ്പൊ എന്തായി? ഒരു വളരെ പ്രബലമായ ഒരു ഫർളായി മാറിയത്. പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്നതിലേക്ക് എത്തി. ഇതാണ് ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. തുണി നെരിയാണിക്ക് താഴെ പോകരുത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച്. നെരിയാണിക്ക് താഴെ പോകരുത്. മറ്റോനോ നെരിയാണിന്റെ മേപ്പറിന് കയറ്റിയിട്ട് 3/4 എന്തായാലും പറയല് ആ നിലക്ക് അവിടെയാണ് മുറിച്ച്. നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ ഈ ഒലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരോട് പറഞ്ഞു പേടിപ്പിക്കാങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്.
ഹദീസ് നിഷേധാണോ? അല്ലേ. ഇത് ജമാഅത്തുകാർ ചെയ്ത പണിയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഒരു ഭാഗം ചെയ്ത പണിയല്ലേ? എത്ര വേണം നിങ്ങൾക്ക് ഹദീസ് നിഷേധത്തിന് തെളിവ്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള വിചിന്തനത്തിന് വിഷയം. നിങ്ങളത് പഠിക്കണം. പഠിക്കും തോറും നിങ്ങൾക്ക് നേതാക്കന്മാരുടെ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ബഹുമാനം കൂടും. മനസ്സിലായോ? ഏതായാലും മുജാഹിദുകൾക്ക് ഇത്തരം ഹദീസ് നിഷേധികളായ ആളുകളെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ ആദരിക്കാനും കഴിയില്ല. ഹദീസ് നിഷേധമല്ല ഇവിടെ, അള്ളാന്റെ ഖുർആൻ നിഷേധിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു കെവിയുടെ വിഷയം, ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂ ഇൻ കുൻതും മുഅ്മിനീൻ എന്ന സൂറത്ത് ആൽ ഇംറാന്റെ 175-ാമത്തെ ആയത്ത് അബ്ദുറഹ്മാൻ സലഫി എന്താ അർത്ഥം പറഞ്ഞത്? യുഖവ്വിഫു ഔലിയാഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. സൂറത്ത് ആലു ഇമ്രാനിലെ 175-ാമത്തെ വചനം. പിശാച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. പിശാചിനെ പേടിക്കേണ്ടതില്ല. ആരാണ് ഇവിടെ പള്ളിയിൽ ഇവിടെ നോട്ടീസ് തൂക്കിയിട്ടുണ്ടല്ലോ, ഫൈസൽ മൗലവി ഖുർആൻ വ്യാഖ്യാനിച്ചു. നിങ്ങൾ ചോദിക്കൂ അബ്ദുറഹ്മാൻ സലഫിയോട്, അവാർഡ് നേടിയിരിക്കല്ലേ അബ്ദുറഹ്മാൻ സലഫിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാന്റെ 175-ാമത്തെ ആയത്തിന് ചേകനൂരികൾ പറഞ്ഞ അർത്ഥം ബഹുമാനപ്പെട്ട ഫൈസൽ മൗലവി പിന്നെ പത്തബരിയൻ സംവാദത്തിൽ ആവർത്തിച്ച് ചോദിച്ചു. എവിടെ നിങ്ങൾക്ക് തെളിവ്? മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആൻ ദുർവ്യാഖ്യാനവും ഹദീസ് നിഷേധമൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ ഇമാം അക്ബർ സാഹിബ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് പൂർവിക മുഫസ്സിറുകൾക്ക് പരിചയമില്ലാത്ത അർത്ഥം പറഞ്ഞ് ഖുറാഫികളുടെ രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചപ്പോൾ മുജാഹിദുകൾ പിടികൂടി. ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ? തിരുത്തിയിട്ടില്ല. ആരാണ് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചത്? സൂറത്തുൽ ജിന്നിലെ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ടില്ലേ? എത്ര വേണം നിങ്ങൾക്ക് തെളിവ്? അപ്പൊ ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് നേതാക്കന്മാർ നല്ലോ ബഹുമാനം കൂടണം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ സഹോദരൻ ചിന്തിച്ചോ, അത് നിങ്ങൾക്ക് ബഹുമാനം കൂടും. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ മൂലമാണെങ്കിൽ ഹദീസ് നിഷേധമുണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനമുണ്ട്, സലഫിയത്തില്ല. സലഫിയത്തുള്ള ആളുകളെ പരിഹസിച്ച് ശിർക്ക് ആരോപിക്കുന്നു. ശിർക്ക് ചെയ്യാത്ത ആളുകളെ ശിർക്ക് ആരോപിച്ച് ഇപ്പോൾ ശിർക്കിലേക്ക് പ്രകടമായി നിലവിളക്ക് കൊളുത്താൻ പോയില്ലേ? എന്താ സുഹൃത്തിനെ സംബന്ധിച്ച് പറയാത്തത്? മിണ്ടാത്തത് എന്താ അവിടെ വിശദീകരിക്കണം? നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാന ബാലവേദിയിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയില്ലേ? അത് ഹദീസ് നിഷേധമാണോ അല്ലയോ? അത് ഇസ്ലാമിന് പുറത്താണോ അകത്താണോ? നിങ്ങൾ വിശദീകരിക്കണം. അതുപോലെ തന്നെ ബാങ്ക് ഉദ്ഘാടനം, ക്ഷേത്രത്തിലേക്ക് സംഭാവന കൊടുക്കൽ, ഇതൊക്കെ ഹദീസ് നിഷേധമാണോ? തൗഹീദിന് വിരുദ്ധമാണോ? അതല്ല തൗഹീദിന്റെ നടുക്കണ്ടമാണോ? സുഹൃത്ത് പഠിക്കണം, വിശദീകരിക്കണം. ഞാൻ കുറച്ച് വൈകാരികമായി പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ വൈകാരികമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട നിഷ്കളങ്കന്മാരായ ഏത് സമയത്തും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും അള്ളാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കണമെന്നും പ്രവാചകന്റെ മുഴുവൻ ഹദീസുകളെ അംഗീകരിക്കണമെന്നും ഒന്നിനെ പോലും നിഷേധിക്കരുതെന്ന് ആളുകൾക്ക് വാഴ് പറഞ്ഞുകൊടുത്ത് അവരതിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾ ശിർക്കിന്റെ ആളുകളാണ്, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ജിന്നൂരികളാണെന്ന് വലാ തനാബസു ബിൽ അൽഖാബ് എന്ന് മാരിബിന്റെ ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസ്ഇൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അതുകൊണ്ട് സുഹൃത്ത് ഈ വിഷയം പഠിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ മൗലവി അന്നെഴുതിയതും ഇന്നെഴുതിയതും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ സംവാദവേദികളിൽ വരെ ഈ ഇസ്ലാഹ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാലത്ത് അതിൽ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തോപ തോന്നുന്നുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആദർശം മാറ്റി പറയേണ്ട ഗതികേട് ഒരു കാലഘട്ടത്തിലും വന്നിട്ടില്ല. ആ ആളുകളോടാണ് നിങ്ങൾക്ക് ബഹുമാനം തോന്നേണ്ടത്. അതല്ലാതെ